മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചർച്ചയെ നയിക്കുന്നത് പതിവ് പോലെ വിൻസെൻഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. എല്ലാവരുടെയും പേരിൽ ഈ ചർച്ചയിലേക്ക് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, സ്വാഗതം. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങളാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. സിസ്റ്റർ, കഴിഞ്ഞ എപ്പിസോഡിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഇപ്പോൾ പറയാം. എൻ്റെ ലൈഫിൽ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ലേസി ആയിട്ട് പോകുമ്പോൾ തോന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ തോന്നും. വെറുതെ പാട്ട് കേട്ട്, പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്സൊക്കെ, മെലോഡിയസ് ആയിട്ടുള്ള സോങ്സൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവും. പിന്നെ തോന്നും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടിരുന്നാൽ ശരിയാവില്ല. നമ്മുടെ ലൈഫ് സിസ്റ്റമാറ്റിക്കായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് എങ്ങും എത്തിപ്പെടാനായിട്ട് പറ്റില്ല. നമുക്ക് എപ്പോഴും ലൈഫിനൊരു ഫോക്കസ് വേണം. എങ്കിലാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് നമ്മൾ എപ്പോഴും നമുക്ക് തോന്നണം എക്സ്ട്രാ ഓർഡിനറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക് എന്ന് തോന്നണം. ആ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഡിപ്രഷനും ഒക്കെ ചിലപ്പോൾ നമുക്ക് മാറി കിട്ടുമായിരിക്കും. അങ്ങനത്തെ ഒരു തോട്ടാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ സാധാരണ ചെയ്യാറ്, എൻ്റെ ലൈഫിനെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ ആ ഒരു ഓർഡറിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെ പിന്നെ വൈകിട്ട് അങ്ങനെ ചെയ്യുന്നു, കിച്ചണിലെ കാര്യങ്ങൾ, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നോക്കി ഒരു ഇത് പോയുമ്പോൾ ഒരു നോർമൽ ലേഡി ആയിട്ട് പോകാനല്ലേ പറ്റുന്നുള്ളൂ എന്ന് ഓർത്തിട്ട് പിന്നീട് ഞാൻ എൻ്റെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് വരുത്താൻ തുടങ്ങി. അതായത് അതിനൊന്ന് ഡിവൈഡ് ചെയ്തിട്ട്, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എടുത്തൊരു തീരുമാനം, അത് മക്കളുടെയും കൂടി ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഷുഗർ കട്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏജിൽ ഇപ്പം നമ്മൾ ചിലവർ പറയില്ലേ, പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കുന്നൊരു പ്രായമാണെന്നൊക്കെ പറയുന്നത് പോലെ അത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു എനർജി വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഡിന്നർ കട്ട് ചെയ്തിട്ട് ആ സ്ഥാനത്ത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴാണെങ്കിലും കുറച്ച് മാത്രം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലാതെ കഴിക്കും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക, കാർബ് കുറയ്ക്കുക. അങ്ങനെയൊക്കെ ഒരു ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇങ്ങനെ പുസ്തകം എഴുതാനുള്ളൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു ആദ്യത്തെ കോപ്പി, അത് 2ാം പതിപ്പ് റിലീസ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇനി അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് എല്ലാ ദിവസത്തെയും ഒരു നിശ്ചിത സമയം അതിനു വേണ്ടി അതിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അതിരിക്കുമ്പോൾ നമ്മളൊരു പുതിയ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ അത് വളരെ ഹാപ്പിനെസ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ആവാനും കുറച്ചും കൂടി വേറെ ഒരു ദുഃഖം അല്ലെങ്കിൽ ആൻസൈറ്റി അതിലേക്കൊന്നും പോവാതെ എന്തൊക്കെയോ ഒരു പുതിയൊരു നമ്മൾ റീചാർജ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ആ ഒരു മേഖല ഇഷ്ടമുള്ളത് കൊണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് ചിലപ്പോൾ അത് ഡാൻസ് ആവാം, അല്ലെങ്കിൽ പുതിയ ലാംഗ്വേജ് പഠിക്കലാവാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ എനിക്ക് ഈ ഒരു മേഖല ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ആ ഒരു മേഖല ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഞാൻ ഹാപ്പിയാണ് ഒരു കാര്യത്തിൽ. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഫാമിലിയിൽ എനിക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം, എൻ്റെ മക്കളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഞാൻ അവരോട് ഷെയർ ചെയ്തു. മക്കൾക്ക് മനസ്സിലാകും, പക്ഷേ ഹസ്ബൻഡിന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് വരുന്ന ദേഷ്യമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ടെൻഷനൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമാണെന്ന് ഹസ്ബൻഡിന് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എല്ലാ ലേഡീസും അവർ കണ്ട് മനസ്സിലാക്കട്ടെ എന്നതിനേക്കാൾ ഉപരി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മുടെ വായിലൂടെ അവരോട് പറയേണ്ട ഒരു കടമയുണ്ട്. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. ചിലർ എന്ത് പറ്റി എൻ്റെ വൈഫിന് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവളും ആകെ മാറിപ്പോയി, അങ്ങനെ ഒരു അവരും ഒരു പക്ഷേ നമ്മൾക്കാരും ഡിപ്രഷനിലേക്ക് പോകാൻ പാടില്ലല്ലോ. ആ ഒരു എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവാനുഗ്രഹത്താൽ ഹാപ്പി ആയിട്ട് പോകുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വെരി ഗുഡ്. നല്ലൊരു പ്രചോദനാത്മകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും, ഈ ഓർഡിനറിയിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറിയിലേക്കുള്ളൊരു എഫേർട്ട്. ഓക്കെ, ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് തോന്നുന്ന ഒരു കാര്യം, ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ ഞാനിങ്ങനെ ചുമ്മാതെ ഇരുന്ന് ലേസി ആയി പോകുവാണോ, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങി ഞാനിങ്ങനെ ഉറക്കപ്രാന്തിയായി പോവുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നും.
ഇപ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളതിനെ കാണുന്നു. ഇതേപോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കേണ്ട, നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ഒരു റിലാക്സേഷൻ ടൈം കൂടി. ഇപ്പം എപ്പോഴും ഇങ്ങനെ പിരിപിരാന്നിങ്ങനെ ഉറുമ്പ് നരങ്ങണ പോലെ ഇറങ്ങിക്കൊണ്ടിരുന്നാലും ചിലപ്പോൾ നമ്മൾ ടയേർഡാകും. പക്ഷേ നമ്മൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വസ്ഥമാകാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയം പോലും ക്വാളിറ്റേറ്റീവായിട്ട് മേന്മയേറിയതായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഒരു വീട്ടമ്മ പറയുവാണ്, ഓക്കെ ഞാനൊരു 15 മിനിറ്റ് സ്വസ്ഥമായിട്ട് ദേ അവിടെ പോയിരിക്കുവാണ്. ജസ്റ്റ് അവിടെ ഇരിക്കുന്നു, പ്രകൃതിയെ നമ്മൾ നിരീക്ഷിക്കുന്നു, പ്രകൃതിയിലെ ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുന്നു, നമ്മുടെ തന്നെ ഉള്ളിലെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. സോ അതും ഒരു പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണ് നമ്മുടെ ഉറക്കം, നമുക്കൊന്നുകൂടി കുറച്ച് സമയം കൂടി ഒന്ന് ഉറങ്ങാനുണ്ട്, എൻ്റെ ഉറക്കം തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു രാത്രിയിൽ. സോ നിങ്ങളൊരു ക്വാളിറ്റി, ഒരു മേന്മയേറിയ ഒരു സ്ലീപ്പ് 2-3 മണിക്കൂർ നേരത്തേക്ക് ചിലപ്പോൾ ഒരു ഡേ ടൈമിൽ എടുക്കുന്നു വല്ലപ്പോഴും ഒക്കെ. സോ അതും നമുക്ക് ആവശ്യമുള്ളതാണ്. അല്ലാതെ ചിലപ്പോൾ ചില അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചേച്ചിമാരെയൊക്കെ പ്രത്യേകിച്ച് ഈ പ്രീ മെനോപ്പൽ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മടുത്തിട്ട് പോയിരുന്നിട്ട് പിന്നെ ചിന്തയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതല്ല, ഈ റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സെർനിറ്റി ടൈം എടുക്കുമ്പോഴും അതും നമ്മളത് എടുക്കുന്നു. അത് നമ്മുടെ ക്വാളിറ്റിയാണ്, റെസ്റ്റോറേഷൻ. ഇപ്പം നമ്മൾ പറയത്തില്ലേ, മാവ് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ച് വെക്കുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് മാവ് എല്ലാ 5 മിനിറ്റും ചിലപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമല്ല, റെസ്റ്റ് പൊസിഷനാണ് അല്ലേ. ഇതുപോലെ നമ്മൾക്കും ഒരു റെസ്റ്റ് പൊസിഷൻ നമ്മുടെ ശരീരത്തിനും വേണം, മനസ്സിനും വേണം, ആത്മാവിനും വേണം. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യം, ഒരു ക്ലയൻറ്റ് എൻ്റെ അടുക്കൽ വന്നൊരു കാര്യമാണ്. ഒരു ഹസ്ബൻഡ് ഏകദേശം ഒരു 50 to 53 ഏജസ് ആയി, 55-ന് കുറവാണ്. അപ്പോൾ ഇദ്ദേഹവും വൈഫുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. നമ്മൾ പറഞ്ഞു ഒരു അവിഹിത ബന്ധമുണ്ടായി. ഭാര്യ അത് കൈയോടെ പൊക്കി. ഇപ്പോൾ സാധാരണ കൊച്ചു പിള്ളേർ മറച്ചു വയ്ക്കുന്ന പോലെ ചിലപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ അദ്ദേഹത്തിന് മറച്ചു വയ്ക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ മൊബൈലിൻ്റെ സാങ്കേതിക വിദ്യയെന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നത് കൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. ഭാര്യ ഇങ്ങനെ പൊക്കി. പക്ഷേ അത്രയും നാളത്തെ അവരുടെ ഒരു ബോണ്ടിങ്ങിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു. ഭാര്യ ചോദിച്ചു, അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു, പറ്റിപ്പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, എനിവേ സമ്മതിച്ചു. അപ്പം വൈഫും പറഞ്ഞു, നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കും ഇങ്ങനെ കാണുമ്പം എന്നാലും നിങ്ങൾ എന്നോട് ആ ചതി ചെയ്തല്ലോ എന്നൊരു ചിന്ത വരും, നിങ്ങൾക്കും ഞാനത് അങ്ങനെ ചെയ്തു പോയല്ലോ, ഇവളെന്നെ പിടിച്ചല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ വരും. അപ്പം നമ്മുടെ മക്കൾക്കൊന്നും അറിയില്ല, വേറൊരാൾക്കും അറിയില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് പോറലുകൾ വീണു, നമുക്കതൊന്ന് റെഡിയാക്കണം. അങ്ങനെയാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഈ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഹസ്ബൻഡ് പറഞ്ഞു, ഞാനും എൻ്റെ വൈഫും തമ്മിൽ നല്ല രീതിയിൽ പോകുന്നൊരു കുടുംബമാണ്. കാര്യം ആദ്യകാലത്തൊക്കെ വിവാഹശേഷം എൻ്റെ വീട്ടിലേക്ക് അവൾ വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിമാരൊക്കെ അവളോട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്തൊക്കെ എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റാതെ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിന് ശേഷം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പം എന്നാലും അവൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് അവളോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു, മക്കളെ വളർത്തുന്ന കാര്യത്തിലും ഒക്കെ. അതെ, പക്ഷേ കുറച്ച് നാളുകളായിട്ട്, ഒരു 3-4 വർഷങ്ങളായിട്ട് ഇവൾ എന്നിൽ നിന്ന് അകലുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ചെന്ന് പറയുമ്പോഴായിരിക്കും പൊട്ടിത്തെറിച്ച്, പിന്നെ ഇപ്പോഴാണ് മനുഷ്യന് പറയാൻ കണ്ട നേരമെന്ന് പറഞ്ഞു വിടുന്നു. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിൽ ഈ മക്കളോടും അവളങ്ങ് കയർക്കുന്നത് പോലെ തോന്നുന്നു. പിന്നെ പണ്ടത്തെ പോലെ അത്രയും കാര്യമായിട്ട് ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരുന്നില്ല. പിന്നെ ഈവൺ ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ തന്നെ അവളെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ പോലും ഒന്നിനും സമ്മതിക്കാത്തത് പോലത്തെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ എപ്പോഴും ഒരു കുശുമ്പ് പ്രകൃതമാണ്. അവരെ നോക്ക്, ഇവരെ നോക്ക്, അവരങ്ങനെ കാണിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും, അതായത് ഹസ്ബൻഡ് എന്ത് ചെയ്താലും പുള്ളിക്കാരത്തി കുറ്റപ്പെടുത്തുന്നു. തൃപ്തിയില്ല, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ തോന്നുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവളുടെ ഈ ഡ്രസ്സിങ് സെൻസും അവളെ തന്നെ കെയർ ചെയ്യുന്നതൊക്കെ അങ്ങ് മാറി. പണ്ട്
അവൾ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുമായിരുന്നു. ഉടുത്തൊരുക്കിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുമായിരുന്നു. ഇപ്പോൾ ഒരുമാതിരി ഈ തലയണയ്ക്ക് കവറിട്ട പോലെ ഒരു നൈറ്റി ഇട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ എനിക്ക് അവളോടൊരു അപ്രോച്ച് തോന്നാത്ത പോലെ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് മൊത്തം നനച്ച് കയറി വന്ന് ബെഡേ കിടക്കും. സോ ഉള്ള വികാരം അപ്പോഴേ പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ എനിക്കും എന്തോ ഒരു അകൽച്ച തോന്നി. ബൈ ദ ടൈമാണ് പുള്ളിക്ക് വേറൊരാളിൽ നിന്ന് മെസ്സേജസും ഫോൺ കോളും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ കുറച്ചുകൂടിയൊക്കെ സ്വീറ്റായിട്ടൊക്കെ പെരുമാറി വന്നപ്പോൾ സിസ്റ്ററെ അറിയാതെ ഈ വെള്ളത്തിലൂടെ പോകുന്ന വള്ളം കാറ്റടിച്ചാൽ ഒരു വശത്തേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ കശി പതുക്കെ പതുക്കെ അതിലേക്ക് വന്നു പെട്ടുപോയി. തീർച്ചയായിട്ടും ഈ ഒരു കേസ് എക്സാക്ട്ലി കുറേ പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഈ ഭർത്താക്കന്മാരുടെ ഒരു സ്നേഹവും അറ്റൻഷനും ഒക്കെ ഇല്ലാതെ പോകുന്നതിന് ചിലപ്പോഴൊക്കെ ഈ സ്ത്രീകളും കാരണക്കാരാകുന്നില്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് ടീച്ചർ പറഞ്ഞ പോലെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതചര്യ വേണം. റിവൈവിങ് അവർ സെൽസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബെറ്റർ വേർഷൻ ഓഫ് അവർ സെൽസ്, നമ്മളെ തന്നെ ഒന്ന് വേഷൻ ശരിയാക്കിക്കൊണ്ട് വരിക. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീടുകളിൽ പലപ്പോഴും ഈ പെരിമെനോപ്പസ് കാലഘട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് ഇറിറ്റേഷൻ. പെട്ടെന്ന് ആ മൂഡ് മാറുന്നു, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്കും ചോദിക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പ്രായത്തിലൂടെ നമ്മൾ പെരിമെനോപ്പസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മെനോപ്പസിൽ വന്ന് നിൽക്കുന്നു. ഈ ഒരു സമയത്ത് നമുക്കും ഭയങ്കര സ്വീറ്റായിട്ടൊന്നും പെരുമാറാനായിട്ട് സാധിക്കില്ല അല്ലേ? അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിനോടൊരു റെസ്പോണ്ട് ചെയ്യുന്നത്? എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോ വിധങ്ങൾ കാണും. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, കുടുംബത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായി, മക്കളൊന്ന് പൊട്ടിത്തെറിച്ചു, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാൻ അധിക സമയം ഇപ്പൊ സംസാരിക്കില്ല. കുറെ നേരത്തേക്ക് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ പൊട്ടിത്തെറിച്ചു തുടങ്ങും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ അവിടെ അവതരിപ്പിക്കണല്ലോ, അല്ലാണ്ട് പറ്റില്ല. നമ്മുടെ ഭാഗം നമ്മൾ പറയണം. അപ്പൊ അവരൊക്കെ ഒന്ന് സൈലന്റ് ആയി കണ്ടു കഴിയുമ്പോൾ ഞാൻ പതുക്കെ പറയും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ്. അങ്ങനെയൊക്കെ എൻ്റെ അഭിപ്രായം ഞാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം അവിടെ സൂചിപ്പിക്കും. രണ്ടാമത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് പിന്നെയും മാറുമായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ സൈലന്റ് ആയി കഴിയുമ്പോൾ പിന്നെ അവർ വീണ്ടും ഇത് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മിണ്ടാതെയാവും. പിന്നെ മിണ്ടാതെയാവും. ഒരു എപ്പിസോഡിക്കായിട്ട് അതങ്ങ് പൊക്കോളും. ഞാൻ പറയും, പക്ഷേ കാര്യം പറയാതിരിക്കില്ല. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളപ്പോഴും നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാവണം. അതാണ് നമ്മുടെ ഒരു ആവശ്യം. ബാക്കിയുള്ളവർ ആരും ഞാനും വീട്ടിൽ ഞാനാണ് പൊട്ടിത്തെറിക്കുള്ളൂ, ബാക്കി എല്ലാവരും സൈലൻ്റാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, പിള്ളേരായാലും. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പം പിള്ളേർക്കായാലും ഹസ്ബൻഡിനായാലും അത് അറിയാം. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളൊന്ന് വയലൻ്റ് ആയിന്ന് കണ്ട, ഇപ്പം ഇളയ കൊച്ചായാലും അവനിപ്പോൾ ഡിപ്ലോമയ്ക്ക് ചേർന്നിരിക്കുക, അവനായാലും അമ്മ വാ കറങ്ങാൻ പോകാം, നമുക്ക് കറങ്ങിയിട്ട് വരാമെന്ന്. പ്രിയദർശിനി ഞാൻ പ്രിയദർശിനിയിലല്ല, കൊച്ചു വണ്ടിയുടെ ബാക്കിലിരുത്തി കൊണ്ടുപോകും. അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ എല്ലാവർക്കും ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുമെന്ന് തോന്നുന്നു. പൊട്ടിത്തെറിയില്ലാത്ത വീടുകളില്ലല്ലോ. അപ്പോൾ അതിന് ഞാൻ കണ്ട ഒരു മാർഗം, ഒന്ന് എക്സസൈസ് ഒരു അരമണിക്കൂർ ചെയ്യും. പിന്നെ ഞാൻ അടുക്കളയിൽ റേഡിയോ വെച്ചിട്ടാണ് രാവിലെ പാചകത്തിന് നിൽക്കുക. അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന കുറച്ച് ഡാൻസൊക്കെ കളിക്കും. അതൊക്കെ ഹസ്ബൻഡിന് അറിയാം. അപ്പോൾ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കില്ലാത്തൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആളെന്നോട് പറയൂ കേട്ടോ, നിനക്ക് ഡാൻസ് ഇഷ്ടമല്ലേ, പാട്ട് വെച്ച് ഡാൻസ് വെച്ചോ, രാത്രി 3 മണിക്ക് ഇട്ടാ. പക്ഷേ അത് കേൾക്കണത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അതുവരെ അങ്ങേരോട് തോന്നിയ എന്തെങ്കിലും ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് കുറയും എനിക്ക്. അങ്ങനെ ഞാൻ അത്യാവശ്യം എൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കണത് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. പാട്ട് ഞാൻ പാടില്ല, എങ്കിലും പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാനൊന്ന് റിലാക്സ് ആവുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഉണ്ടാകുമല്ലോ ആൾക്കാർക്ക് പറയാനായിട്ട്. ഈ നമ്മുടെ വീട് നമുക്ക് എപ്പോഴും ഒരു സേഫ് സോണാണ്. അപ്പൊ അവിടെ പൊട്ടിത്തെറികൾ അത്യന്താപേക്ഷിതമാണ്, ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
അവർ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറേ നേരം സൈലൻ്റായി കഴിയുമ്പോൾ നമ്മൾ അവരോട് കുറേ കഴിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെന്നോട് ചോദിക്കുക, അമ്മയ്ക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റണേ, എങ്ങനെയാണ് അമ്മ ഇങ്ങനെ ഇല്ലായിരുന്നത്, എങ്ങനെയാണ് അമ്മയ്ക്ക് ഇതിങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റണേ. കുറേയേറെ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു ടൈം ടേബിൾ ലൈഫ് വെച്ച് കഴിഞ്ഞ് കുറേ ദൈവാശ്രയത്വം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും നമുക്ക് തന്നെ ക്ഷമിക്കാൻ പറ്റും. ഇതുവരെ ഇല്ലാത്ത ക്ഷമ നമ്മൾ കൈവശാക്കണത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവർ തന്നെ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തൊരു ചേഞ്ചാണ് വന്നേക്കണേ. അത് എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, എൻ്റെ അമ്മ എന്തും നന്നായിട്ട് ഭയങ്കര ചേഞ്ച്, അമ്മയ്ക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റണേ, എങ്ങനെ ക്ഷമിക്കാൻ പറ്റണേന്ന്. അപ്പം എനിക്കും തന്നെ അത് മനസ്സിലാവുന്നുണ്ട്, ഞാൻ കുറേയേറെ ബെറ്റർ ആയിട്ടുണ്ട്, സ്വയം മനസ്സിലാക്കിയെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, എപ്പോഴും ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് പോവുക. സംഘടനാ പ്രവർത്തനങ്ങളിൽ ചെല്ലുമ്പോൾ അവരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുക. കൂടുതൽ മാനസിക ആരോഗ്യം തരുന്നു. കൂടുതലും ഞാൻ എൻ്റെ ഏജിനേക്കാൾ ഏറെ 10 വയസ്സ് ചെറുതായിട്ട് എനിക്ക് തോന്നും. യങ്ങായിട്ട് ഞാൻ തന്നെ എന്നെ മോട്ടിവേഷൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിലും ഞാൻ എൻ്റേതായ ഒരു എന്താ പറയുക സ്വന്തം സമയം സന്തോഷം കണ്ടെത്തുക വെച്ചാൽ മോർണിംഗിൽ ഹസ്ബൻഡിനും മോനും ചായ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഒരു കപ്പ് ചായയായിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഈ പറഞ്ഞോണം നന്നായിട്ട് ഉദയസൂര്യൻ്റെ കിരണങ്ങളായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച്, അത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അങ്ങനെ വന്നിരിക്കും, അവരകത്തിരിക്കും, ഞാൻ പുറത്തിരിക്കും. അപ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞാൻ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്ക് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ടീമിൽ പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. വെരി ഗുഡ്. അപ്പോൾ പുറത്ത് പോയി മൂവിയൊക്കെ കാണാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഞങ്ങളെയൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, ഇനി ഉണ്ടാകും. എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് ഒരു ½ അങ്ങനെ പ്രെയറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ കയറി കഴിയുമ്പോൾ രാവിലെ തന്നെ ഫോണിൽ വചനം വയ്ക്കും. അത് കേട്ടോണ്ടാണ് ഞാൻ ഓരോ ജോലികളും ചെയ്യുക. ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം അങ്ങനെ കഴിയുമ്പോൾ ഞാൻ പക്ഷേ ഇതിന് കേട്ടുകൊണ്ട് തുടങ്ങി. ഇപ്പം തന്നെ അങ്ങനെ ഞാൻ കുറച്ച് നാളുകളായിട്ടുള്ളൂ അങ്ങനെ ഞാൻ വചനം വെച്ച് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ നമ്മുടെ മനസ്സിന് തന്നെ കുറേ റിലാക്സേഷൻ വന്നു, കുറേ മാറ്റങ്ങൾ വരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ വചനം കേട്ട് പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്യും, കുറച്ച് നേരമൊക്കെ തയ്ക്കും. അത് തയ്ക്കുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് അത്. അപ്പോൾ ഞാൻ വെറുതെ ആവശ്യമില്ലെങ്കിലും ഞാൻ ഡ്രസ്സ് എടുത്തിങ്ങനെ തയ്ക്കും. അതാണ് എനിക്കൊരു സന്തോഷം. പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമൊക്കെ ആയി നമ്മളിപ്പോൾ എങ്ങനെ വെച്ചാൽ വചനം എഴുതും. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ല, ഒരു എല്ലാ ദിവസവും കുറച്ച് നേരം എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം വചനം എഴുതും. ഇപ്പോൾ പുതിയ നിയമം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ എഴുതും. അത് കഴിഞ്ഞ് പിന്നെ പള്ളികളുടെ സംഘടനകളൊക്കെ ഉള്ള കാരണം നമുക്കിങ്ങനെ ടൈം പോകാനൊരു ബുദ്ധിമുട്ട്, ടൈം ഇല്ലാത്ത കുഴപ്പമുള്ളൂ. ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും വീട്ടിലെ ജോലി ചെയ്യും, അത് കഴിഞ്ഞ് ഇങ്ങനെ പോകും, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞാൽ. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. ദറ്റ് ഈസ് ഒരു കൈൻഡ് ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. കാരണം ഞാനിത് ചെയ്യുകയാണ്, അതിൽ ഞാൻ മുഴുകുന്നു. ഇപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളെപ്പോഴും ഹാപ്പി മൂഡിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് വരും. അതും നോർമാലിറ്റിയാണ്, അതായത് അതൊരു നോർമൽസിയാണ്. നമുക്ക് ആ നോർമലായിരിക്കുന്ന അവസ്ഥയിലാണ് ചിലപ്പോൾ സങ്കടം വരാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ വരാം, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാം. സോ എല്ലാ വികാരങ്ങളുടെയും സമ്മിശ്രമായിട്ടുള്ളൊരു രൂപമാണ് നമ്മൾ. പക്ഷേ ഇത് നമ്മുടെ കൈവിട്ട് പോകാൻ പാടില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, രാവിലെ 5 o'clock എനിക്കും, പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിക്കും. പിന്നെ വിശുദ്ധ കുർബാന മെയിനാണ്. അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലേ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമുക്ക് കിട്ടും. അതാണ് എൻ്റെ ഒരു എനർജി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിച്ചണിൽ ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് പേരും കൂടി ഒരു എക്സസൈസൊക്കെ ചെയ്യും. പിന്നെ അവരായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കറങ്ങാൻ പോകും, ഫുഡൊക്കെ കഴിക്കും. അത് കഴിയുമ്പോൾ പിന്നെ വീട്ടിലെ പച്ചക്കറി കൃഷിയുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് സന്തോഷം. പിന്നെ നമുക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ അത് ചെറുപിഞ്ചിരിയോടുകൂടി അതൊക്കെ സ്വീകരിക്കുകയാണ്. എല്ലാ വിഷമങ്ങളും അതൊക്കെ തരണം ചെയ്ത് പോണ്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം, നമ്മളെന്ന് പറയുന്ന ആ ടോട്ടാലിറ്റിയുടെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില വസ്തുതകളെ നമ്മൾ അംഗീകരിക്കുന്നു.
അതിൻ്റെ ചേഞ്ചസിനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് മാനസികമായിട്ടും നമുക്കൊരു നിർവൃതി തരുന്നു. ഈ മാനസികമായിട്ടും നമുക്കൊരു നിർവൃതി തരുന്നൊരു കാര്യം നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെയും നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും ഊഷ്മളമാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ നമ്മുടെ ആത്മീയ തലത്തിലും ഒരു നല്ലൊരു പരിവർത്തനം വരുന്നുണ്ട്. ദൈവാശ്രയ ബോധം വരിക, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കാര്യങ്ങൾ എന്നെ ശാന്തമാക്കുന്നു, ശക്തമാക്കുന്നു എന്നൊരു ബോധ്യം നമുക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഫേസിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഈ ഒരു ആർത്തവ വിരാമത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനേക്ക് നമുക്ക് ഇനിയും പല കാര്യങ്ങളും ആഡ് ചെയ്യാനായിട്ട് ഉള്ളത്, മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലും നമുക്ക് കുറച്ച് ചേഞ്ചസ് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം മേ ബി ചിലപ്പം നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടിയത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു രീതിയിൽ കടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ ഇപ്പം ഒരു മെനോപ്പോസ് കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ മാത്രമല്ല ക്രോണിക്കായിട്ട്, അതായത് കുറേ നാളുകളായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട കുറ്റപ്പെടുത്തലുകളും വേദനകളും വിഷമങ്ങളും പരാജയങ്ങളും ഒക്കെ ചിലപ്പോൾ കൊണ്ടുപോയി എത്തിക്കുന്നത് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷാദാത്മകമായിട്ടുള്ള ചില ജീവിതങ്ങളിലേക്കൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഘടനാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും, ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയാണ്, അതിൽ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും ഇപ്പോഴത്തെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ സൗജന്യ യാത്രയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അത് എന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ പദ്ധതി ആയിക്കൊള്ളട്ടെ, അതിനെ ഒരു മനഃശാസ്ത്ര സമീപനത്തിലൂടെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു 30 രൂപയോ അല്ലെങ്കിൽ 40 രൂപയോ കൊടുത്തൊരു യാത്ര ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, എങ്കിലും ഒരു സൗജന്യ യാത്ര കിട്ടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബസ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ സ്ത്രീകൾ പറയുന്നത് നമുക്കൊന്ന് പോയാലോ, അതൊരു രസമാണ്. അപ്പം അടുത്തൊരു ടൗണ് വരെ പോകുന്നുള്ളെങ്കിൽ പോലും അവരൊരുമിച്ച് കൂടി എല്ലാവരും കൂടിയൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ അടുത്തുള്ള വേറൊരാളെ കൂടി, അകത്തിരിക്കുന്ന ഒരാളെ കൂടി വിളിക്കുവാണ്. മേ ബി ചിലപ്പോൾ ഫിനാൻഷ്യൽ അവർക്ക് അത്ര സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ളവർ എന്ത് പറയും, ചേട്ടനോടൊന്നും ചോദിക്കണ്ട, അങ്ങോട്ട് പോകുമ്പോഴും പ്രിയദർശിനി, ഇങ്ങോട്ട് വരുമ്പോഴും പ്രിയദർശിനി, ഡോണ്ട് വറി, പിന്നെ ചായ ഞങ്ങൾ വാങ്ങിച്ചു തന്നോളാന്ന് പറയും. അപ്പം ഇങ്ങനെ, അതായത് ഒരു സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്, നമ്മൾ സാധാരണ സൈക്കോളജിക്കലി പറയും, ഒരു കാര്യം കാണുകയും അതിലൊരു എക്സ്പോഷർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പിന്നീടും അതുണ്ട്, അതിനപ്പുറം എന്തായിരിക്കും ഉള്ളത് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, സാമൂഹ്യ വ്യവസ്ഥിതിയെ നമ്മൾ കാണുന്നു, രാഷ്ട്രീയമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളെ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നു. സോ ഇതെല്ലാം ഒരു വിമൻ എംപവർമെൻറ്റിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു വാല്യൂ ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ മെനോപ്പസൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പലപ്പോഴും സ്ത്രീകൾക്കോ ഇനി ഞങ്ങൾ ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതല്ല, ഏത് കാലത്തും കാലത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ചർച്ച വളരെ ഫലപ്രദമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഇട്ട് കഴിഞ്ഞു. ഇനിയും ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ചെറിയ ചെറിയ സിമ്പിൾ ടെക്നിക്സുകൾ മതി ഇതിന്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓരോ ഒന്നുകളും കൂടുമ്പോഴാണ് ആ സംഖ്യയിൽ മാറ്റം വരുന്നത്. അതുപോലെ വലിയ തിയറി പഠിച്ച് വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സംതൃപ്തം ഉള്ളവരാക്കാനും സന്തോഷമുള്ളവരാക്കാനും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്, ഓക്കെ, ഒരു സ്ത്രീയായി ജനിക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ഇപ്പം എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പം വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടായി, പ്ലസ് ആൻഡ് മൈനസ് നമ്മൾ പറയും, ഇതിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. ഇത്രയേറെ ഒരു ജീവിത അനുഭവം നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്, ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ അവസ്ഥയെ, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു, ഒരു മൈൻഡ്ഫുൾനെസ്, ഓക്കെ, ആൻഡ് ഒരു കൈൻഡ്നെസ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു കൈൻഡ്നെസ് ആണ്, അല്ലേ? ഒരു കുഞ്ഞിനെ പോലും നമ്മുടെ കൈകളിലേക്ക്, ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് കിട്ടുമ്പോഴാണ് ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്.
നമ്മൾ സാധാരണ ഈ ന്യൂറോണൽ കണക്ടിവിറ്റി കൂടുതലായിട്ട് സ്ത്രീകളുടെ കൈകളിലേക്ക് കുട്ടികളെ കിട്ടുമ്പോഴത്തേക്കുമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ ഈ പറഞ്ഞതിലൊന്നും പുരുഷന്മാർ പ്രശ്നക്കാരാണെന്നോ അല്ലെങ്കിൽ കൈൻഡ്നെസ് ഇല്ലെന്ന് അല്ല. തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലിമെൻ്ററി ആസ്പെക്റ്റ് ആണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പ്രീ മെനോപ്പോസ് അല്ലെങ്കിൽ പെരിമെനോപ്പോസ് അല്ലെങ്കിൽ മെനോപ്പൽ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ത്രീയെ മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ സന്തുലിതമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഇത്ര നല്ല മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടി ചെറു പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ ഈ ഒരു പെരിമെനോപ്പൽ കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ്, ഭർത്താക്കന്മാരോടും നിങ്ങളുടെ കുടുംബത്തിലെ മക്കളോടും പ്രത്യേകിച്ച് ആൺകുട്ടികളോടൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്നേഹവും കടപ്പാടും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കതിന് വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു പെരിമെനോപ്പോസിൻ്റെ ശാരീരിക, മാനസിക, ആത്മീയ സംഘർഷങ്ങളിൽ നിന്നെല്ലാം മാറി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സമഗ്രതയും നമ്മുടേതായിട്ടൊരു ഭാവാത്മകമായിട്ടുള്ളൊരു ജീവിതമൊക്കെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും സ്ത്രീ എന്നും ശക്തയാണ്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റർ നന്ദി. അതുപോലെ തന്നെ പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾക്കും ഈ ചർച്ചയെ ധന്യമാക്കിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.